വെറും മുല്ലപ്പൂവിന് 1.5 ലക്ഷം രൂപ പിഴയോ? ലാസ്റ്റ് വീക്ക് നമ്മുടെ ആക്ട്രസ് നവ്യ നായർക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് 1.5 ലക്ഷം രൂപ പിഴ അടച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടു. യാത്രയിൽ കുറച്ച് മുല്ലപ്പൂ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചു എന്ന കാരണത്താലാണ് പിഴ അടയ്ക്കേണ്ടി വന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? മുല്ലപ്പൂ അല്ലേ, അല്ലാതെ കഞ്ചാവൊന്നുമല്ലല്ലോ. എന്നാൽ ഓസ്ട്രേലിയയില് ബയോസെക്യൂരിറ്റി നിയമങ്ങൾ വളരെ കർശനമാണ്. പഴങ്ങൾ, ചെടികൾ, പച്ചക്കറികൾ, വിത്തുകൾ, ഈവൻ ഉണങ്ങിയ പൂക്കളാണെങ്കിൽ പോലും അവിടെ നിരോധിച്ചിരിക്കുന്ന സാധനമാണ്. ചില രാജ്യങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ഇതുപോലുള്ള കുറച്ച് ഫൺ ഫാക്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തേനും തേനീച്ചയും ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇനി നിങ്ങൾ സിംഗപ്പൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചൂയിങ്കം കയ്യിൽ കരുതരുത്. ഇനി നോർത്ത് കൊറിയയില് നീല ജീൻസ് ധരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഗ്രീസിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലും പുരാവസ്തു കേന്ദ്രങ്ങളിലും ഹൈ ഹീൽസ് ധരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇനി വെനീസില് സെനറ്റ് മാർക്ക് സ്ക്വയറില് പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത് നിയമവിരുദ്ധമാണ്. ഇനി സ്പെയിനിലെ ചില ടൗണുകളിൽ മണൽക്കോട്ടകൾ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നുന്ന പല നിയമങ്ങളും അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്നത് നമ്മുടെ കടമയാണ്. മറ്റു രാജ്യത്തെയും അവിടുത്തെ രസകരമായ നിയമങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.